എല്ലാവർക്കും മല്ലു ബിഗ് ബോസ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ ഇപ്പോ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബിഗ് ബോസ് മലയാളത്തിന്റെ ഇന്നത്തെ ലാലേട്ടൻ എപ്പിസോഡിന്റെ ഷൂട്ട് കഴിഞ്ഞതിനു പിന്നാലെ ചരിത്രത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഞെട്ടിക്കുന്ന സംഭവത്തിനാണ് ഇന്ന് ബിഗ് ബോസ് ഹൗസ് സാക്ഷ്യം വഹിച്ചത്. ഈ ആഴ്ചത്തെ പുറത്താക്കൽ വോട്ടിംഗ് ഫലങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നില്ല, മറിച്ച് മത്സരാർത്ഥികളുടെ ഗുരുതരമായ പെരുമാറ്റ ദൂഷ്യത്തെ തുടർന്നുള്ള നേരിട്ടുള്ള പുറത്താക്കലായിരുന്നു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ബിഗ് ബോസ് വീട്ടിൽ ലക്ഷ്മിയും മസ്താനിയും സൃഷ്ടിച്ച പ്രശ്നങ്ങൾ അതിരുകടന്നിരുന്നു. സഹമത്സരാർത്ഥികളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുക, മോശം വാക്കുകൾ ഉപയോഗിക്കുക, പ്രത്യേകിച്ചും മറ്റു മത്സരാർത്ഥികളായ ആദിലയെയും നൂറയെയും ലക്ഷ്മി വ്യക്തിപരമായ കാര്യങ്ങൾ പറഞ്ഞ് അപമാനിച്ചു. എന്നാൽ ഇതിലെല്ലാം ഗുരുതരമായ ആരോപണം ഇരുവരും ഒനീലിനെതിരെ ഉന്നയിച്ച വ്യാജ ആരോപണങ്ങളായിരുന്നു. അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പറഞ്ഞ് ഹൗസിനുള്ളിൽ അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ബിഗ് ബോസ് വീടിന്റെ അന്തരീക്ഷം കലുഷിതമാക്കുകയും ചെയ്തു. ലാലേട്ടന്റെ മുഖത്ത് സാധാരണ കാണാറുള്ള ചിരിക്കു പകരം ദേഷ്യമായിരുന്നു. തന്റെ ശക്തമായ ശബ്ദത്തിൽ അദ്ദേഹം ലക്ഷ്മിയുടെയും മസ്താനിയുടെയും മോശം പെരുമാറ്റത്തെയും വ്യാജ ആരോപണങ്ങളെയും രൂക്ഷമായി വിമർശിച്ചു. അന്തരീക്ഷം നിശബ്ദമായി. മറ്റു മത്സരാർത്ഥികൾ സംഭവിച്ചതെല്ലാം കണ്ട് പകച്ചുനിന്നു. ഒരു ദയയുമില്ലാതെ മോഹൻലാൽ അവർ രണ്ടുപേരോടും തൽക്ഷണം ഹൗസിൽ നിന്ന് പുറത്തു പോകാൻ ആവശ്യപ്പെട്ടു. ലാലേട്ടന്റെ ആജ്ഞ കേട്ട് ലക്ഷ്മിയും മസ്താനിയും ഹൗസിൽ നിന്ന് ഇറങ്ങുമ്പോൾ മറ്റു മത്സരാർത്ഥികളുടെ മുഖത്ത് ഞെട്ടലും ഭയവും വ്യക്തമായിരുന്നു. വോട്ടിംഗ് ഫലങ്ങളെയോ പ്രേക്ഷകരുടെ തീരുമാനത്തെയോ പരിഗണിക്കാതെ ബിഗ് ബോസിന്റെ നിയമങ്ങൾ ലംഘിച്ചതിന്റെ പേരിൽ നേരിട്ടുള്ള പുറത്താക്കൽ ബിഗ് ബോസ് ചരിത്രത്തിൽ അപൂർവമായി മാത്രം നടക്കുന്ന ഒരു കാര്യമാണ്. ഈ സംഭവം മറ്റു മത്സരാർത്ഥികൾക്ക് ഒരു താക്കീതാണ്. ഹൗസിനുള്ളിൽ എന്തു പ്രവർത്തികൾ ചെയ്താലും അത് ബിഗ് ബോസിന്റെ കണ്ണിൽ നിന്ന് മറിയില്ലെന്നും നിയമലംഘനം നടത്തിയാൽ കടുത്ത നടപടികൾ ഉണ്ടാകുമെന്നും ഇത് വ്യക്തമാക്കുന്നു. അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സിനും എക്സ്ക്ലൂസീവ് വാർത്തകൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.